ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ, പുതിയതായിട്ട് കാണുന്നവരുണ്ടോ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ ഓരോ വീഡിയോ, ക്ലാസ് 4ൻ്റെ ഓരോ വീഡിയോയുടെയും അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇന്ന് ടീച്ചർ ഒരു മുൻവർഷ പരീക്ഷാ ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ പരീക്ഷയൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് നേരിടാൻ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള പരീക്ഷാ ചോദ്യങ്ങൾ ആവശ്യമാണ് അല്ലേ. ചോദ്യം ടീച്ചർ വായിക്കാം. ഞാവൽക്കാടിന് തീപിടിച്ചപ്പോൾ കാടിന് നേർക്കുള്ള അതിക്രമങ്ങൾക്കെതിരെ മൃഗങ്ങൾ പ്രതികരിച്ചത് ഓർമ്മയില്ലേ? അതുപോലെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന പ്രളയവും നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിക്കെതിരെ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റങ്ങളെ ചെറുക്കുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നമ്മുടെ ഈ പോസ്റ്റർ എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ്. അത് നമുക്കൊരു പോസ്റ്റർ കാണുന്ന സമയത്ത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഒരു പോസ്റ്റർ കാണാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളൊന്ന് ശരിക്കും നോക്കൂലേ, കൊള്ളാലോ, ശരിയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പ്രകൃതിയെ മലിനമാക്കുന്നത്, അതുപോലെ മരങ്ങൾ വെട്ടിമുറിക്കുന്നത്, കാട്, പുഴ, ഇതിനെതിരെയൊക്കെ മലിനമാക്കുന്നതിനെതിരെയൊക്കെ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കും. അത് കാണുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവും, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്നത്. അതിപ്പോൾ ചില പരിപാടികളുടേതാണെങ്കിലോ അതിപ്പോൾ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ. അത് ഇന്ന ദിവസം പരിപാടി ഉണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റർ നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പൊ ടീച്ചർ എന്താ തയ്യാറാക്കേണ്ടത്? ഞാവൽക്കാടിന് തീ പിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, മനുഷ്യന്മാരുടെ കടന്നുകയറ്റമൊക്കെയാണ് അതിൽ വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഇത് ടീച്ചർ ഒട്ടിച്ച ചിത്രമാണ്, ടീച്ചർ വരച്ച ചിത്രമല്ല. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളൊരു മരത്തിന്റെ ചിത്രമൊക്കെ വളരെ നല്ല ഭംഗിയിൽ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, മരങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ മരമൊക്കെ വരച്ചിട്ട് എന്തെങ്കിലും വളരെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വാക്യം, എന്താണ്, ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു വാക്യം നിങ്ങൾ അവരോട് വാൺ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരോട് പറയുകയാണ് അല്ലേ ജനങ്ങളോട്. ഇത് കാണുമ്പോൾ അവർക്ക് തോന്നണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഇത് നോക്കൂ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനാണ് പറയുന്നത് അല്ലേ. ഈ പ്രളയമൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? മനുഷ്യരുടെ സ്വാർത്ഥത കൊണ്ടൊക്കെ തന്നെയാണ് എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ എന്ത് തയ്യാറാക്കണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഇത് നോക്കൂ, നിങ്ങൾക്ക് മരത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കാം അല്ലേ. ചിത്രങ്ങൾ വേണം, പിന്നെ വാക്യം വേണം അല്ലേ. ചിത്രം, വാക്യം. എന്ത് വാക്യ? ഒരു സന്ദേശം അല്ലേ, അല്ലെങ്കിൽ സന്ദേശവാക്യമാവാം. പിന്നെ അതുപോലെ എന്ത് ചെയ്യാനുള്ള, ബോധവൽക്കരിക്കാൻ അല്ലേ. ബോധവൽക്കരണത്തിന് ആവശ്യമായ വാക്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ടീച്ചർ എഴുതിയത് എന്താണ്? പ്രകൃതിയെ സംരക്ഷിക്കൂ, ജീവനെ രക്ഷിക്കൂ. പ്രകൃതിയെ സംരക്ഷിക്കൂ, എങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവനൊക്കെ രക്ഷപ്പെടൂ. ഇതിപ്പോ കാടിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാടിനെ സംരക്ഷിക്കൂ, ജീവനെ രക്ഷിക്കൂ എന്നെഴുതാം അല്ലേ. പുഴയാണെങ്കിലോ, പുഴയെ സംരക്ഷിക്കൂ, ജീവനെ രക്ഷിക്കൂ. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, ഇതിലും നല്ല വാക്യമൊക്കെ എനിക്ക് എഴുതാൻ അറിയാം ടീച്ചറേ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, മക്കൾക്ക് അത്തരത്തിലുള്ള വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാം. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ഓർത്തെടുക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കും ഇതുപോലെ എഴുതാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ടീച്ചർ ഈ ഒരു എളുപ്പമുള്ള ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നേ. ശക്തിയായ മഴയിൽ ഞാവൽക്കാട്ടിലെ തീ അണഞ്ഞു. പത്രവാർത്ത വായിച്ച കുട്ടനും ലൈലയും അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, ഞങ്ങൾക്ക് ഞാവൽക്കാട് കാണണം. അച്ഛൻ സമ്മതിച്ചു. അവർ കാട് കാണാൻ പോയി. അവിടെ നിന്ന ഞാവൽ ചെടികളിൽ ഒന്ന് ശ്രദ്ധാപൂർവം പറിച്ചെടുത്ത് അവർ വീട്ടുപറമ്പിൽ കൊണ്ടുപോയി നട്ടു. വനം നശിപ്പിക്കുന്നതിന് മനുഷ്യന്റെ പ്രവൃത്തി ക്രൂരം തന്നെ. ആരാ പറഞ്ഞത്? ലൈല. നമ്മൾ ഏത് പാഠത്തിലായിരുന്നു? സ്നേഹം താൻ ശക്തി എന്ന് പറയുന്ന നിത്യചൈതന്യയുടെ പാഠത്തിലെ കഥാപാത്രങ്ങളായിരുന്നു ആര്? നമ്മുടെ ലൈലയും കുട്ടനും പിന്നെ ഒരു മൈനയും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പത്രം വായിക്കുന്ന സമയത്താണ് ഇവര് കണ്ടത് അല്ലേ.
അല്ല, ഇവര് പത്രം വായിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ അടുത്ത് ഓടിയെത്തിയിട്ട് പറയുന്നത്. അപ്പോൾ വനം നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി ക്രൂരൻ തന്നെ. ലൈല പറഞ്ഞു, ഞാവൽത്തൈ നട്ട ശേഷം കുട്ടൻ കാട് സംരക്ഷിക്കേണ്ടതിൻ്റെ. ടീച്ചർ പറഞ്ഞു കാടാണെങ്കിലും മരമാണെങ്കിലും എല്ലാം ഒരുപോലെ എഴുതിയാൽ മതി അല്ലേ. ഇനിയിപ്പോൾ കാട് സംരക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വാക്കുകൾ കൊടുക്കാം, കാടിൽ വാക്യങ്ങൾ കൊടുക്കാം. കാടില്ലെങ്കിൽ നാമില്ല, കാടില്ലെങ്കിൽ നാമില്ല എന്ന് കൊടുക്കാം അല്ലേ. അതുപോലെ മരമില്ലെങ്കിൽ നാമില്ല എന്നും കൊടുക്കാം, പുഴയില്ലെങ്കിൽ നാമില്ല എന്നും പറഞ്ഞും കൊടുക്കാം. വിഷയം ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ മക്കൾക്ക് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ടീച്ചർ വരാം. ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണണം കേട്ടോ.